എല്ലാവർക്കും ഡ്രീംസ് ലാൻഡ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് അങ്കമാലി കറുകുറ്റിയിലാണ്. അപ്പോളോ ഹോസ്പിറ്റലിനടുത്ത് NH നിന്ന് 600 മീറ്റർ അകലെ 2 വീടുകളാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. വാ, നമുക്ക് ഈ വീടുകളൊക്കെ ഒന്ന് കാണാം. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. $9 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടി വരുന്ന ഈ ഒരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ നമുക്കിവിടെ പ്രൊവൈഡ് ആണ്. ഒരു 3-4 വെഹിക്കിൾസ് ഒക്കെ നല്ല സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ നമുക്കിവിടെ പറ്റും. അത് കൂടാതെ തന്നെ XUV വെഹിക്കിൾസ് ഒക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു കാർ പോർച്ചും നമുക്കിവിടെ ഉണ്ട്. ഇതാണ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ. സിറ്റ് ഔട്ട് കടന്ന് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഡോർസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 164.82 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ലിവിങ് ഏരിയ ആണിത്. ലിവിങ് ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ്. 247.61 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഡൈനിങ് ഏരിയ നിൽക്കുന്നത്. 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കുമുള്ള ഓപ്പണിങ്സ് വരുന്നത് ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. കൂടാതെ സ്റ്റെയർ കേസിലേക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു വാഷ് ബേസിനും നമുക്കിവിടെ ഡൈനിങ് ഏരിയയിലുണ്ട്. ഒരു വീടിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വീടിൻ്റെ അടുക്കള എങ്ങനെ ഉണ്ടാവണം നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ? അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ വരുന്നത് 170 സ്ക്വയർ ഫീറ്റിലാണ്. കൂടാതെ അത്യാവശ്യം മൾട്ടിവുഡിൽ ഫിനിഷിങ് ചെയ്തിട്ടുള്ള നല്ല കബോർഡ്സും ഒക്കെ ഇവിടെ പ്രൊവൈഡറാണ്. അത് മാത്രമല്ല, ഒരു അറ്റാച്ച്ഡ് വർക്ക് ഏരിയയും ഈ കിച്ചണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഈ ഒരു വീടിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആണ് ഈ ഒരു വീടിൻ്റെ പുറകുവശം. ഒരു കോമൺ ടോയ്ലറ്റ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, വാസ്തുപ്രകാരമായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് നമ്മൾ കിണർ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. ഇപ്പോൾ 170 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ഒരു കബോർഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് വന്നിട്ടുണ്ട്. താഴത്തെ നിലയിലെ തന്നെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഈ ഒരു ബെഡ്റൂം വരുന്നത് 168 സ്ക്വയർ ഫീറ്റിലാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോടെ തന്നെ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഒരു കബോർഡും നമുക്കിവിടെ പ്രൊവൈഡറാണ്. ഇനി ഈ വീടിൻ്റെ അപ്സ്റ്റേഴ്സ് നമ്മൾ കാണാൻ പോകുന്നത് വുഡൻ ഹാൻഡിലാണ് ഈ ഒരു വീടിൻ്റെ അപ്സ്റ്റേഴ്സിൻ്റെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റേഴ്സ് ഒന്ന് കാണാം. ഇനി അപ്സ്റ്റേഴ്സ് കയറി വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 500 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ലിവിങ് ഏരിയ വന്നിട്ടുള്ളത്. 2 ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഓപ്പണിംഗ് വരുന്നത് ഈ അപ്പർ ലിവിങ് നിന്നാണ്. ഇനി അപ്സ്റ്റേഴ്സിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോടെയും ഒരു കബോർഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. 168 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇനി 2ാമത്തെ ബെഡ്റൂമിലേക്ക് എടുക്കുമ്പോൾ ഇത് 170 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം വന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ആണ്. വാഷിംഗ് മെഷീനൊക്കെ വെക്കാനും ക്ലോത്ത്സ് ഹാങ് ചെയ്യാനും ഈ യൂട്ടിലിറ്റി ഏരിയ നമ്മൾ യൂസ് ചെയ്യല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ. ഇനി ഒരു വീടിൻ്റെ ഒരു നല്ലൊരു ഭാഗം തന്നെ ബാൽക്കണി ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി ഏരിയ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയോടെ തന്നെയാണ് ഈ ഒരു ബാൽക്കണി ഏരിയ. ഇനി ഈ വീടിൻ്റെ നിർമ്മാണ സാമഗ്രികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ MCB, ELCB ഇതെല്ലാം വരുന്നത് V-Guard എന്ന കമ്പനിയുടെ ആണ്. അതും 3 ഫേസ് കണക്ഷൻസ് ആണ് വരുന്നത്. ഇനി പ്ലംബിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം വരുന്നത് സെറ എന്ന ബ്രാൻഡിൻ്റെ ആണ്. 9 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില 1,20,00,000 ആണ്. ഇപ്പോൾ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണ്. സോ ഫോർ മോർ എൻക്വയറീസ് യു ക്യാൻ കോൺടാക്ട് us. ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും